വി ഡി സതീശൻ വലിയ നിഗളിപ്പ് നടത്തി അങ്ങനെ പോകുമ്പോഴാണ് SNDPയുടെയും NSSന്റെയും അടിയേറ്റ് നിലത്ത് വീഴുന്നത്. വിണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ എന്ന് പാടേണ്ട അവസ്ഥ. ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞിരുന്നു, വി ഡി സതീശനെ ഈ SNDP NSSകാർ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. അതിൻ്റെ ഒരു വിശകലനം പറഞ്ഞിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് NSS SNDP ഐക്യം ഈ സമയത്ത് സംജാതമാകുന്നത്, അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യവും ഞാൻ പറഞ്ഞു. പക്ഷേ വി ഡി സതീശൻ ഈ ആക്രമിക്കപ്പെട്ടല്ലോ, എന്തിനായിരിക്കണം ഇവരിത് പറഞ്ഞത്? അങ്ങനെ ഒരു വശം കൂടി ഉണ്ടല്ലോ. അവരുടെ ഒരു പോസിറ്റീവ് സൈഡ് കൂടി പറഞ്ഞില്ലെങ്കിൽ ഏകപക്ഷീയമായി പോകും. SNDP പറയാൻ കാരണം, വെള്ളാപ്പള്ളി നടേശൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശനെ നാഴികയ്ക്ക് 40 വട്ടമെങ്കിലും തെറി പറയുന്ന വ്യക്തിയാണ് വി ഡി സതീശൻ. അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്യും. വി ഡി സതീശന് ആരെയും പേടിയില്ല, അതുകൊണ്ട് പറയുന്നതാകാം. പക്ഷേ വെള്ളാപ്പള്ളിയെ പറയുമ്പോൾ ഒരു ജാഗ്രത പുലർത്താൻ വി ഡി സതീശൻ മറന്നുപോയി. അതാണ് പ്രധാനപ്പെട്ട കാരണം. അതെന്താണെന്ന് വെച്ചാൽ, വെള്ളാപ്പള്ളി കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് സാമുദായിക ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി NSS, SNDP, മുസ്ലിം ലീഗ് എല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു. അവസാനം ഐക്യമൊക്കെ വന്നു, ഭരണമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിയെ കറിവേപ്പില തുപ്പിക്കളയുന്നത് പോലെ എടുത്ത് തുപ്പിക്കളഞ്ഞു. മലപ്പുറത്ത് സ്വാശ്രയ സ്കൂളുകളും കോളേജുകളും എയ്ഡഡ് സ്കൂളുകളൊക്കെ അനുവദിച്ചു കൊടുത്തപ്പോൾ വെള്ളാപ്പള്ളിയുടെ SNDPക്ക് യാതൊന്നും ലഭിച്ചില്ല. ഇതിനകത്തുള്ള സങ്കടം വെള്ളാപ്പള്ളിക്ക്. അങ്ങനെ മലപ്പുറത്ത് പ്രസംഗിക്കാൻ ഒരു വേദി കിട്ടിയപ്പോൾ വെള്ളാപ്പള്ളി പ്രസംഗിച്ചു, ഇവിടെ ഒരു ഈർക്കിലി കുത്താൻ പോലും നമുക്ക് സ്ഥലം കിട്ടില്ല, അത്രമാത്രം പീഡനങ്ങൾ സഹിച്ചിട്ടാണ് ഞങ്ങൾ സമുദായക്കാരോട് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എൻറ്റയർ മലപ്പുറം ജില്ലയെ പരിഹസിക്കുന്നത് പോലെയായി, മലപ്പുറത്തെ ഉള്ള മുസ്ലിം ഭൂരിപക്ഷ സമുദായത്തെ അധിക്ഷേപിക്കുന്നത് പോലെയൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം ലീഗ് ഇങ്ങനെയൊക്കെ ചെയ്തു, അവരെ മുസ്ലിം ലീഗിനെയാണ് കടന്നാക്രമിച്ചതെന്ന് വെള്ളാപ്പള്ളി വിശദീകരണം കൊടുത്തിട്ടും വെള്ളാപ്പള്ളിയെ തലങ്ങും വിലങ്ങും വർഗീയവാദി, വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്രമിച്ചു. ആ ആക്രമണമാണ് തിരിച്ച് പ്രത്യാക്രമണത്തിന്റെ രൂപത്തിൽ വെള്ളാപ്പള്ളി കൊടുത്തത്. സതീശനെ പോലത്തെ ഒരു പന്നൽ ഇവിടെ ഇല്ല. ഇന്നലത്തെ മഴയത്ത് കുരുത്ത വന്ന തകരയാണ് സതീശൻ. സതീശൻ പച്ചക്കള്ളം മാത്രമേ പറയുകയുള്ളൂ. സതീശനേക്കാൾ ക്വാളിറ്റിയുള്ള നേതാക്കൾ KC വേണുഗോപാലും അതുപോലെ AK ആന്റണിയും രമേശ് ചെന്നിത്തലയും ഒക്കെ കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് സതീശൻ ഒരിക്കലും മുഖ്യമന്ത്രിയാക്കരുത്, UDFനെ വിജയിക്കാൻ സാധ്യതയില്ല, സതീശൻ നുണ മാത്രം പറഞ്ഞു നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ അടികൊള്ളും എന്ന തരത്തിൽ NSSും പറഞ്ഞു വെച്ചു. ഇപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ കാരണം ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് സതീശന് ഇങ്ങനൊരു ബാധ്യതയില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതിസന്ധിയിൽ ചെന്നുപെട്ടത്. ഈ NSSും അതുപോലെ തന്നെയാണ്. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് NSSന്റെ ആസ്ഥാനത്ത് വി ഡി സതീശൻ ഏകദേശം 1.5 മണിക്കൂറോളം ഇരുന്നു. അതിനുശേഷം ഇലക്ഷനിൽ ജയിച്ചു പോയ ശേഷം പിന്നെ യാതൊരു വിവരവുമില്ല. പിന്നെ തിരിച്ച് സമുദായ സംഘടനകളെ തെറി പറയുന്ന വീഡിയോകളാണ് NSS ആസ്ഥാനത്ത് കാണുന്നത്. അപ്പോഴാണ് G. സുകുമാരൻ നായർ പറയുന്നത്, സിനഡ് ക്രൈസ്തവരുടെ സിനഡ് നടക്കുമ്പോൾ, സഭാ സിനഡ് നടക്കുമ്പോൾ അവിടെ പോയിരുന്ന് സമുദായ നേതാക്കളുമായി സംസാരിക്കുവാനൊക്കെ ഈ സതീശന് ഒരു ഉളുപ്പുമില്ല. എന്നാൽ NSS ആസ്ഥാനത്തേക്ക് വരുന്ന ആളുകളെ തിണ്ണനിറങ്ങാൻ പോകുന്നവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ്. ഇത് തിണ്ണനിറങ്ങലാണോ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത് തിണ്ണനിറങ്ങി വി ഡി സതീശനല്ലേ എന്നാണ് ആദ്യത്തെ സുകുമാരൻ നായരുടെ ചോദ്യം. അങ്ങനെ വെള്ളാപ്പള്ളിയും ഈ സുകുമാരൻ നായരും കൃത്യമായ കാരണങ്ങൾ വെച്ചിട്ടാണ് വി ഡി സതീശനെ ആക്രമിക്കുന്നത്, വി ഡി സതീശനെ അടിച്ചു തള്ളി നിലം പരിശാക്കുന്നത്. വി ഡി സതീശന് ഇതിന് അർഹനാണോ എന്ന് ചോദിച്ചാൽ ഒരു 99%ഉം ഇങ്ങനെ ഒരു അധിക്ഷേപം കേൾക്കാൻ, ഇങ്ങനൊരു വിമർശനം കേൾക്കാൻ അർഹനാണ്. കാരണം അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ, തൻ്റെ ഏകാധിപത്യ സ്വഭാവം, പിന്നെ വോട്ട് നേടാൻ വേണ്ടി ആരുമായും ചങ്ങാത്തം കൂടുന്ന ദുരവസ്ഥ. SNDPയുമായോ NSSുമായോ അല്ല ചങ്ങാത്തം, ജമാഅത്തെ ഇസ്ലാമി, SDPI അങ്ങനെ തുടങ്ങിയ ആളുകളുമായിട്ടാണ് വി ഡി സതീശന് ചങ്ങാത്തമുള്ളത്. അപ്പോൾ ഇത്തരം ചങ്ങാത്തങ്ങളൊക്കെ NSSനും SNDPക്കും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വാക്കുകളും ഒക്കെ ആണ് വി ഡി സതീശൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വി ഡി സതീശന് ഒരു അവസരം കിട്ടിയപ്പോൾ ഈ ഇരു സാമുദായിക സംഘടനാ നേതാക്കളും എടുത്ത് അലക്കി കൊടുത്തത് എന്ന്